ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു മിനി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു റെസിപ്പി വീഡിയോ ആണ്. അതൊരു മീൻ വറ്റിച്ചെടുക്കുക. അതൊരു ചട്ടിയിൽ പണ്ടത്തെ ആളുകളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഞാനൊക്കെ ചെറുതാകുന്ന സമയത്തിൻ്റെ ഉമ്മൊക്കെ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ കണലിൽ കിടന്ന് വേവണത് ചേരിയൊക്കെ വെച്ച് അതിൻ്റെ കണലിൽ തന്നെ ഇങ്ങനെ വേവിച്ചെടുക്കണം. നല്ല തീ കത്തിക്കരുത്. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ അതിനുള്ളൊരു മസാല റെഡിയാക്കാണ്. അപ്പോൾ അതിന് വേണ്ടി ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ഒരു കഷ്ണം തക്കാളിയൊക്കെ ഇട്ടുങ്ങാണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു ഫിഷ് മസാല, അതൊക്കെ നമ്മൾ ആവശ്യത്തിന് മീൻ എത്രയാണോ അതിനനുസരിച്ചായിട്ട് ചെയ്യേണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് സുമാറ് അറിയുമല്ലോ. അപ്പോൾ അത് വെച്ചുകൊണ്ട് കയ്യിൽ ഉപ്പും ചേർത്തുകൊണ്ട് നല്ലൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അടിച്ച മസാലയ്ക്ക് ഞാൻ അടിക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിക്കണം എന്ന് വെച്ചിട്ട് കുറച്ച് അപ്പോൾ ഞാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മസാല കണ്ട് പ്ലേറ്റിലേക്ക് തട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ലൊന്ന് മിക്സ് ആക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ആ മീൻ ഇട്ടെടുത്തൊന്ന് മസാല തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഒന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. ഓരോന്നൊക്കെ എടുത്ത് മസാല തേക്കണമെങ്കിൽ അങ്ങനെയും തേക്കട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും സബ് ചെയ്യാതെ കാണുമെങ്കിൽ സബ് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണുവാണ് കേട്ടോ. നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ അറിയിക്കുക. അങ്ങനെ പിന്നെ ചട്ടി എടുത്തുങ്ങാണ്ട് ഞാൻ ഒരു വാഴൻ്റെ തൂമ്പര ഉണ്ടോയെന്ന് വെട്ടിങ്ങാണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കാണ്ട് ഈ മീനൊക്കെ. അപ്പോൾ ഈ വാഴ കവിഞ്ഞ് നിൽക്കണം. ഈ പുറത്തേക്ക് വനലിൽ പുറത്തേക്കൊന്നും മീനാവരുത്. ഈ വാഴൻ്റെ ഇലയിൽ കിടന്നുങ്ങാണ്ടാണ് ഇത് വേവാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ താക്കി മസാലയൊക്കെ മീൻമേലൊക്കെ ഒന്ന് വറ്റിച്ച് വെക്കാം കേട്ടോ. ആ മസാല നല്ല ടേസ്റ്റ് ഉണ്ടോ, പൊള്ളി ടേസ്റ്റാണ്. മോളൊക്കെ പറഞ്ഞാൽ മസാലയാണ് അടിപൊളിയായത് എന്നൊക്കെ പറയുന്നുണ്ട് മോള്. അപ്പം ഞാൻ അങ്ങനെയുള്ള ഉണ്ടാക്കിയത്. അങ്ങനെ അത് ഞാനിതാ ഇതിൻ്റെ ഇങ്ങനെ ഒരു അടുപ്പോണ്ടൊക്കെ അടച്ചിങ്ങാണ്ട് വിറകടുപ്പിലാണ് ആക്കുന്നത്. അപ്പോൾ ഞാൻ ചേരിയൊക്കെ വെച്ചൊന്ന് കണലാക്കി കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ഈ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെക്കുകയാണ്. അപ്പോൾ ആ കണലിൽ കിടന്ന് അങ്ങനെ വേവട്ടെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയിട്ട് ഒന്ന് തിളച്ചിനോ ഒന്ന് ഇതായിരുന്നു അറിയാൻ വേണ്ടി. അപ്പോൾ നല്ല തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നീരൊക്കെ ഇങ്ങനെ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. വാഴൻ്റെ ഇലയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ അടച്ച് വെച്ച് പിന്നെ കുറച്ചും കൂടെ ഒക്കെ വറ്റി വന്നതിൻ്റെ ശേഷം കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും തുറന്നാൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുത്താണ് വീണ്ടും അടിച്ചിട്ട്. അപ്പോഴൊന്നും വെള്ളം വറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അത് ആ കണലിൽ പിന്നെ ചേരിയൊന്നും വെക്കാതെ അത് വെച്ച് നല്ല വറ്റിയിട്ടുണ്ട് കേട്ടോ. അടുപ്പൊന്നും എടുത്തിട്ടില്ല. ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്താണ് കേട്ടോ ഞാൻ എടുത്തത്. ഇതാ ഇങ്ങനെ നല്ല ഇതാണ്ടില്ലേ ഈ മസാലയൊക്കെ അതിൻ്റെ ഇടയിൽ വന്ന് നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അങ്ങനെ മോളൊക്കെ കഴിക്കാൻ ഇരുന്നിക്കണ്, ഞാൻ എടുക്കുകയാണ്. മോള് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. മോനക്ക് പിന്നെ ഞാനൊന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യും പോലെ ചെയ്തെടുത്തു. എനിക്ക് ചിലപ്പോൾ അത്ര ഇതുണ്ട്, എനിക്കൊന്ന് എരിയണം മീൻ, അതാണ് അവനക്ക് ഇഷ്ടം. അപ്പം ഇനി ഇത് പറ്റുമല്ലെന്ന് ഞാൻ നോക്കിയില്ല. ഞാൻ അങ്ങനെ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും കഴിക്കാനും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.